ജൂൺ 27 വെള്ളിയാഴ്ച. യോഹന്നാൻ 19:25 മുതൽ 27 വരെ വാക്യങ്ങൾ. ഇന്ന് ലോകമെമ്പാടുമുള്ള റെഡംപ്റ്ററിസ് നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. 160 വർഷങ്ങൾക്ക് മുമ്പ് നിത്യസഹായ മാതാവിൻ്റെ ഐക്കോൺ റെഡംപ്റ്ററിസ്റ്റ് വൈദികരെ ഏൽപ്പിച്ചതിന് ശേഷം അന്നത്തെ സുപ്പീരിയർ ജനറലിനോട് പയസ് 9 മാർപ്പാപ്പ പറഞ്ഞു, ലോകമെമ്പാടും അവളെ അറിയിക്കുക. അന്നു മുതൽ റെഡംപ്റ്ററിസ് എവിടെയെല്ലാം ധ്യാനങ്ങളും മിഷനും നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഈ ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റുന്നു. വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് ഈ ഐക്യൻ ചിത്രീകരിക്കുന്നത്. ഒരു ദിവസം ശിശുവായ യേശുനാഥൻ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് 2 മാലാഖമാർ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. 2 മാലാഖമാരുടെയും കൈകളിൽ യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാവി ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം താൻ നേരിടാൻ പോകുന്ന അപമാനകരമായ വിധിയുടെ ഓർമ്മപ്പെടുത്തലായി യേശുവിൻ്റെ അടുക്കിലേക്ക് അയച്ച മാലാഖമാരായിരുന്നു അവർ. ഒരുപക്ഷെ താൻ ഒലിവ് തോട്ടത്തിൽ അനുഭവിക്കാൻ പോകുന്നതിൻ്റെ ഭയമായിരിക്കാം ഇതിൻ്റെ പിന്നിൽ. ഗെത്സമനിൽ ചെയ്തതുപോലെ പിതാവിലേക്ക് തിരിയുന്നതിന് പകരം ശിശുവായ യേശു തൻ്റെ അമ്മയുടെ പക്കലേക്ക് തിരിഞ്ഞു. തന്നെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും അവളുടെ കൈകളിലേക്ക് ഓടി. മഡോണയും കുഞ്ഞും തമ്മിലുള്ള ആലിംഗനത്തിൻ്റെ ഈ നിമിഷമാണ് ഐക്കോൺ പ്രതിനിധീകരിക്കുന്നത്. അവരുടെ സ്നേഹത്തിൻ്റെ ഭംഗി പ്രസരിപ്പിക്കുകയും അതിൻ്റെ സന്ദേശം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഐക്കണിൻ്റെ ഒരു വലിയ പാഠം ഇതാണ്: ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് ഓടാം. ഭയമോ ഉത്കണ്ഠയോ ദുഃഖമോ ദുരിതമോ ആകട്ടെ. ജോൺ ഡീഗോയ്ക്ക് മാതാവ് നൽകിയ സന്ദേശം നമുക്ക് ഓർക്കാം: നിങ്ങളുടെ അമ്മയായ ഞാൻ ഇവിടെ ഇല്ലേ. ആത്യന്തികമായി കുരിശുമരണത്തെ മുൻനീളാക്കിക്കൊണ്ട് കുരിശിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ലഭിച്ച വലിയ സമ്മാനം ഈ ഐക്യൻ നമ്മുടെ മുന്നിൽ നിരത്തുന്നു. ഇതാ നിങ്ങളുടെ അമ്മ. ഈ രാജ്ഞിയെ, ശക്തിയായി മധ്യസ്ഥയെ, ആർദ്രമായി അമ്മയെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. മറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ് വിശദീകരിക്കുന്ന പോലെ നമുക്ക് മറിയത്തിൻ്റെ അടുത്തേക്ക് ഓടാം. അവളുടെ കുഞ്ഞുങ്ങളെപ്പോലെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അവളുടെ കൈകളിൽ സ്വയം സമർപ്പിക്കാം. ഇന്നത്തെ സുവിശേഷം കുരിശിൻ്റെ ചുവട്ടിൽ തൻ്റെ മകൻ പീഡകൾ അനുഭവിച്ച് മരിക്കുന്നത് നോക്കി നിൽക്കുന്ന മറിയത്തെ ചിത്രീകരിക്കുന്നു. എത്ര മാതാപിതാക്കളും കുടുംബാംഗങ്ങളും തങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ മരിക്കുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ അവർ സ്നേഹിക്കുന്നവരോടൊപ്പം വിശ്വസ്തയോടെ നിൽക്കുവാൻ, അവസാനം വരെ അവരോടൊപ്പം യാത്ര ചെയ്യാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ നമ്മളും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. അപ്പോൾ നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് മറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും ദൈവത്തിലുള്ള അവളുടെ സ്നേഹത്തിൻ്റെ ഒരു പങ്ക് നമുക്കുകൂടി നൽകണമെന്ന് ഈ തിരുനാൾ ദിവസം അപേക്ഷിക്കാം. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.